രാത്രിയിൽ മണിക്കൂറുകളോളം തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലേ? രാവിലെ അലാറം അടിക്കുമ്പോൾ എഴുന്നേൽക്കാൻ തോന്നാതെ വീണ്ടും വീണ്ടും അത് ഓഫ് ചെയ്ത് കിടക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? എങ്കിൽ വെറും 4-5 മണിക്കൂർ മാത്രം ഉറങ്ങി ദിവസത്തിൽ മുഴുവൻ സമയവും അങ്ങേയറ്റം ഊർജ്ജസ്വലരായിരിക്കാൻ ബുദ്ധസന്യാസിമാർക്ക് എങ്ങനെ സാധിക്കുന്നുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് കേവലം ഒരു അത്ഭുതമല്ല, മറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങളായി അവർ പരിശീലിച്ചു പോരുന്ന ചില കൃത്യമായ ചിട്ടകളുടെയും ജീവിതശൈലിയുടെയും ശാസ്ത്രീയമായ ഫലമാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് വളരെ വേഗതയേറിയ ഒരു ലോകത്തിലാണ്. സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും ഇന്റർനെറ്റും നമ്മുടെ ജീവിതത്തെ മുഴുവനായും നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടം. ജോലിസ്ഥലത്തെ സമ്മർദ്ദങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബത്തിലെ വെല്ലുവിളികൾ എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ എപ്പോഴും അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെയെല്ലാം ഏറ്റവും വലിയ ഇരയാകുന്നത് നമ്മുടെ ഉറക്കമാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ തലച്ചോറിലൂടെ 1000 ചിന്തകളാണ് കടന്നുപോകുന്നത്. നാളത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളും കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിഷമങ്ങളും നമ്മെ ഉറങ്ങാൻ അനുവദിക്കുന്നില്ല. ഉറക്കമില്ലായ്മ ഇന്നൊരു വലിയ രോഗമായി മാറിക്കഴിഞ്ഞു. ഗുളികകളുടെ സഹായമില്ലാതെ ഉറങ്ങാൻ കഴിയാത്ത ആളുകളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറക്കക്കുറവ് നമ്മുടെ പ്രതിരോധശേഷിയെ നശിപ്പിക്കുകയും വിഷാദരോഗം, ഉത്കണ്ഠ, ഹൃദ്രോഗങ്ങൾ എന്നിവയിലേക്ക് നമ്മെ തള്ളിവിടുകയും ചെയ്യുന്നു. നമ്മൾ ജീവിക്കാൻ വേണ്ടി ഓടുമ്പോൾ ആ ജീവിതത്തിന്റെ അടിസ്ഥാനമായ ഉറക്കത്തെ നമ്മൾ മറന്നുപോകുന്നു. ഇവിടെയാണ് ബുദ്ധസന്യാസിമാരുടെ ജീവിതം നമുക്കൊരു പാഠമാകുന്നത്. അവർക്ക് ടെൻഷനുകളില്ലേ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. അവർക്കും അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്, വലിയ വെല്ലുവിളികളുണ്ട്. എന്നാൽ അവർ അതിനെ നേരിടുന്ന രീതി തികച്ചും വ്യത്യസ്തമാണ്. ഒരു ബുദ്ധസന്യാസിയെ സംബന്ധിച്ചിടത്തോളം ഉറക്കം എന്നത് കേവലം ശരീരത്തിന്റെ ഒരു വിശ്രമം മാത്രമല്ല, മറിച്ച് മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. ഉറങ്ങാൻ പോകുന്നതിനു മുൻപും ഉണർന്നെഴുന്നേൽക്കുമ്പോഴും അവർ ചെയ്യുന്ന ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നമുക്കും വളരെ എളുപ്പത്തിൽ ഉറക്കത്തിലേക്ക് വീഴാനും അതിരാവിലെ പൂർണ്ണ ഉന്മേഷത്തോടെ എഴുന്നേൽക്കാനും സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. ബുദ്ധസന്യാസിമാരുടെ ഉറക്കരഹസ്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് അവരുടെ ദിനചര്യയാണ്. ഒരു സാധാരണ മനുഷ്യന്റെ ദിനചര്യയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് അവരുടെ ജീവിതം. അവരുടെ ശരീരത്തിന്റെ സ്വാഭാവികമായ ഘടികാരത്തെ പ്രകൃതിയോട് വളരെ അടുത്തു നിൽക്കുന്ന രീതിയിലാണ് അവർ ക്രമീകരിച്ചിരിക്കുന്നത്. സൂര്യോദയത്തിനു മുൻപ് ഉണരുക, സൂര്യാസ്തമയത്തിനു ശേഷം അധികം വൈകാതെ ഉറങ്ങാൻ കിടക്കുക എന്നതാണ് അവരുടെ രീതി. ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമാണെന്ന് തോന്നാമെങ്കിലും ഇതിനു പിന്നിൽ വലിയൊരു ശാസ്ത്രമുണ്ട്. നമ്മുടെ തലച്ചോറിലെ പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മെലറ്റോണിൻ എന്ന ഹോർമോണാണ് നമ്മുടെ ഉറക്കത്തെ നിയന്ത്രിക്കുന്നത്. ഇരുട്ട് വീഴുമ്പോഴാണ് ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. എന്നാൽ നമ്മൾ രാത്രി വൈകിയും മൊബൈൽ ഫോണുകളുടെയും ടിവിയുടെയും നീല വെളിച്ചത്തിന് മുന്നിലിരിക്കുമ്പോൾ പകലാണെന്ന് തെറ്റിദ്ധരിച്ച് തലച്ചോറ് മെലറ്റോണിൻ ഉൽപ്പാദനം കുറയ്ക്കുന്നു. ഇത് സ്വാഭാവിക ഉറക്കത്തെ ഇല്ലാതാക്കുന്നു. സന്യാസിമാർ രാത്രിയിൽ ഇത്തരം കൃത്രിമ വെളിച്ചങ്ങളിൽ നിന്നും അകന്നു നിൽക്കുകയും പ്രകൃതിയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് ശരീരത്തെ സജ്ജമാക്കുകയും ചെയ്യുന്നു. അസ്തമയത്തിനു ശേഷം അവർ അധികം വെളിച്ചം ഉപയോഗിക്കാറില്ല. ഇത് സ്വാഭാവികമായ ഉറക്കത്തിലേക്ക് അവരെ നയിക്കുന്നു. അടുത്തതായി അവർ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണമാണ്. ഉറക്കവും ഭക്ഷണവും തമ്മിൽ വേർതിരിക്കാനാവാത്ത വലിയ ബന്ധമുണ്ട്. നമ്മൾ രാത്രിയിൽ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ഉറക്കത്തിന്റെ ഗുണനിലവാരത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. ബുദ്ധസന്യാസിമാർ ഉച്ചയ്ക്ക് ശേഷം കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കാറില്ല. പല സന്യാസിമാരും ഉച്ചയ്ക്ക് ശേഷം ഉപവസിക്കുന്നവരാണ്. ഇനി അഥവാ രാത്രിയിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തന്നെ അവർ വളരെ ലളിതമായ ഭക്ഷണമാണ് കഴിക്കുന്നത്. അതും ഉറങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ. വയറു നിറയെ ഭക്ഷണം കഴിച്ചയുടനെ ഉറങ്ങാൻ കിടക്കുന്നത് ദഹനപ്രക്രിയയെ തടസ്സപ്പെടുത്തുകയും ശരീരത്തിന് വിശ്രമം ലഭിക്കാതെ വരികയും ചെയ്യുന്നു. ദഹനത്തിനായി ശരീരം കൂടുതൽ ഊർജ്ജം ചിലവാക്കേണ്ടി വരുന്നതുകൊണ്ട് ഉറക്കത്തിനിടയിൽ പലതവണ ഉണരാൻ ഇത് കാരണമാകുന്നു. രക്തയോട്ടം മുഴുവൻ ദഹനവ്യവസ്ഥയിലേക്ക് കേന്ദ്രീകരിക്കുന്നത് തലച്ചോറിന് വിശ്രമം ലഭിക്കുന്നതിനെ വൈകിപ്പിക്കുന്നു. എന്നാൽ വയറ് പകുതി മാത്രം നിറച്ച് ലളിതമായ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ ശരീരത്തിന് പൂർണ്ണമായ വിശ്രമം ലഭിക്കുന്നു. അതുകൊണ്ടുതന്നെ രാത്രി വൈകിയുള്ള അത്താഴം ഒഴിവാക്കുക എന്നത് നല്ല ഉറക്കത്തിനുള്ള ആദ്യത്തെ പടിയാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. ഇനി അവരെങ്ങനെയാണ് കിടന്നയുടനെ അതിവേഗം ഉറക്കത്തിലേക്ക് വീഴുന്നതെന്ന് നോക്കാം. ഇതിനുള്ള അവരുടെ പ്രധാന ആയുധം ധ്യാനമാണ്. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പകൽ നടന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലേക്ക് ഓടിയെത്തും. ആരോടെങ്കിലും വഴക്കിട്ടതോ, ഓഫീസിലെ പ്രശ്നങ്ങളോ, നാളത്തെ സാമ്പത്തിക ബാധ്യതകളോ എല്ലാം നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കും. എന്നാൽ ഒരു ബുദ്ധസന്യാസി ഉറങ്ങാൻ കിടക്കുന്നതിനു മുൻപായി തന്റെ മനസ്സിനെ പൂർണ്ണമായും ശൂന്യമാക്കുന്നു. അവർ ഇതിനായി വിപാസന ധ്യാനമോ അല്ലെങ്കിൽ ശ്വാസത്തെ നിരീക്ഷിക്കുന്ന ലളിതമായ ധ്യാനമോ പരിശീലിക്കുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോൾ കണ്ണുകളടച്ച് സ്വന്തം ശ്വാസഗതിയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ശ്വാസം ഉള്ളിലേക്കെടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും മാത്രം അവർ നിരീക്ഷിക്കുന്നു. ഈ സമയത്ത് മറ്റ് ചിന്തകൾ കടന്നുവന്നാൽ
അതിനോട് ദേഷ്യപ്പെടാതെ വളരെ ശാന്തമായി വീണ്ടും ശ്രദ്ധ ശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇത് മനസ്സിനെ പൂർണ്ണമായും വർത്തമാനകാലത്തിലേക്ക് കൊണ്ടുവരികയും എല്ലാവിധ സമ്മർദ്ദങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ശാന്തമായൊരു മനസ്സുമായി കിടക്കുമ്പോൾ വെറും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഗാഢനിദ്രയിലേക്ക് വീഴാൻ അവർക്ക് സാധിക്കുന്നു. ഇത് ഒരു ദിവസം കൊണ്ട് ലഭിക്കുന്ന കഴിവല്ല, മറിച്ച് നിരന്തരമായ പരിശീലനത്തിലൂടെ മനസ്സിനെ നിയന്ത്രിക്കാൻ അവർ പഠിച്ചെടുക്കുന്നതാണ്. അവർ ഉറങ്ങാൻ കിടക്കുന്ന രീതിക്കും ഒരു പ്രത്യേകതയുണ്ട്. സിംഹക്കിടപ്പ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ബുദ്ധൻ നിർവ്വാണം പ്രാപിച്ച സമയത്ത് കിടന്നിരുന്ന കിടപ്പാണിത്. വലതുവശം ചരിഞ്ഞുകിടന്ന് വലതുകൈ തലയ്ക്ക് താഴെയായി വെച്ച് ഇടതുകൈ ശരീരത്തിന്റെ ഇടതുവശത്ത് നീട്ടിവെച്ചുള്ള കിടപ്പാണിത്. ശാസ്ത്രീയമായി നോക്കിയാലും ഈ കിടപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ ഹൃദയം ശരീരത്തിന്റെ ഇടതുവശത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് വലതുവശം ചരിഞ്ഞുകിടക്കുമ്പോൾ ഹൃദയത്തിന് യാതൊരുവിധ സമ്മർദ്ദവുമില്ലാതെ ശരീരത്തിലുടനീളം രക്തചംക്രമണം നടത്താൻ സാധിക്കുന്നു. കൂടാതെ ഈ കിടപ്പ് ശ്വാസോച്ഛ്വാസം കൂടുതൽ സുഗമമാക്കുകയും കൂർക്കമ്മലി പോലെയുള്ള പ്രശ്നങ്ങളെ വലിയ അളവിൽ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ദഹനപ്രക്രിയ സുഗമമാക്കാനും വലതുവശം ചരിഞ്ഞുള്ള കിടപ്പ് സഹായിക്കും. മലർന്നു കിടക്കുന്നതോ കമിഴ്ന്നു കിടക്കുന്നതോ ഒഴിവാക്കി എപ്പോഴും വലതുവശം ചരിഞ്ഞുകിടക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഇതും അവരുടെ ഗാഢനിദ്രയുടെ ഒരു വലിയ രഹസ്യമാണ്. ഉറങ്ങുന്ന സ്ഥലം എങ്ങനെയിരിക്കണം എന്നതിലും അവർക്ക് വ്യക്തമായ ചില നിയമങ്ങളുണ്ട്. നമ്മളിന്ന് കിടപ്പുമുറികളിൽ ടിവിയും എസിയും കമ്പ്യൂട്ടറുമൊക്കെ വെച്ച് അതൊരു വിനോദ കേന്ദ്രമാക്കി മാറ്റാറാണ് പതിവ്. എന്നാൽ സന്യാസിമാരുടെ കിടപ്പുമുറി വളരെ ലളിതമാണ്. അവിടെ ഉറങ്ങാനാവശ്യമായ ഒരു പായയോ ചെറിയ കിടക്കയോ അല്ലാതെ മറ്റൊന്നുമുണ്ടാകില്ല. മുറിയിൽ ആവശ്യത്തിന് വായുസഞ്ചാരം ഉറപ്പാക്കുകയും അധികം ചൂടോ തണുപ്പോ ഇല്ലാത്ത പ്രകൃതിദത്തമായ അന്തരീക്ഷം നിലനിർത്തുകയും ചെയ്യുന്നു. അനാവശ്യമായ യാതൊരു വസ്തുക്കളും വികാരങ്ങളെ ഉണർത്തുന്ന ചിത്രങ്ങളോ വസ്തുക്കളോ ആ മുറിയിലുണ്ടാകില്ല. ചുറ്റുപാടുമുള്ള ഈ ലാളിത്യം അവരുടെ മനസ്സിലേക്കും പ്രതിഫലിക്കുന്നു. ഒരു മുറിയിൽ എത്രത്തോളം സാധനങ്ങൾ കുറഞ്ഞിരിക്കുന്നുവോ അത്രത്തോളം മനസ്സിനും ശാന്തത ലഭിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ശൂന്യമായ ഒരു മുറി ശൂന്യമായ ശാന്തമായ ഒരു മനസ്സിന്റെ പ്രതിരൂപമാണ്. ഇനി അവർ എങ്ങനെയാണ് അതിരാവിലെ ഊർജ്ജസ്വലരായി എഴുന്നേൽക്കുന്നത് എന്ന് നോക്കാം. നമ്മളെപ്പോലെ അലാറം വെച്ച് ഞെട്ടി എഴുന്നേൽക്കുന്ന ശീലം അവർക്കില്ല. പകരം അവരുടെ മനസ്സുതന്നെയാണ് അവരുടെ അലാറം. ഉറങ്ങാൻ പോകുന്നതിന് മുൻപുതന്നെ നാളെ രാവിലെ ഈ കൃത്യസമയത്ത് ഞാൻ എഴുന്നേൽക്കും എന്ന് അവർ മനസ്സിൽ ദൃഢനിശ്ചയം ചെയ്യുന്നു. ഇതിനെ ബോധപൂർവമായ ഉറക്കം എന്ന് വിളിക്കാം. ശരീരത്തിന്റെ സ്വാഭാവികമായ ഉറക്കചക്രം പൂർത്തിയാകുമ്പോൾ അവർ സ്വയം ഉണരുന്നു. നമ്മൾ സാധാരണയായി ഉണർന്നാൽ ഉടൻ തന്നെ വീണ്ടും കണ്ണടച്ചു കിടക്കാനോ അലാറം സ്നൂസ് ചെയ്യാനോ ആണ് ആഗ്രഹിക്കുന്നത്. ഇത് നമ്മളെ വീണ്ടും ഒരു പുതിയ ഉറക്കചക്രത്തിലേക്ക് കൊണ്ടുപോകുകയും ഇടയ്ക്കുവെച്ച് എഴുന്നേൽക്കേണ്ടി വരുമ്പോൾ ദിവസം മുഴുവൻ ക്ഷീണം തോന്നാൻ കാരണമാവുകയും ചെയ്യുന്നു. എന്നാൽ ഒരു സന്യാസി ഉണർന്നയുടനെ തന്നെ പൂർണ്ണബോധത്തിലേക്ക് വരുന്നു. അവർ ആദ്യം ചെയ്യുന്നത് പുതിയൊരു പ്രഭാതം കാണാൻ കഴിഞ്ഞതിലുള്ള നന്ദി പ്രകടിപ്പിക്കുകയാണ്. ലോകത്തോട്, പ്രകൃതിയോട്, തങ്ങൾക്ക് ലഭിച്ച ജീവനോട് അവർ നന്ദി പറയുന്നു. ഈയൊരു നല്ല ചിന്തയോടുകൂടി ദിവസം തുടങ്ങുന്നത് ആ ദിവസം മുഴുവൻ പോസിറ്റീവ് എനർജി നിലനിർത്താൻ സഹായിക്കുന്നു. ഉണർന്നയുടനെ അവർ കിടക്കയിൽ തന്നെ കുറച്ചുനേരം ധ്യാനത്തിലിരിക്കുന്നു. ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും ഉണർത്തുന്നതിനായി ചില ലളിതമായ സ്ട്രെച്ചിംഗ് വ്യായാമങ്ങൾ ചെയ്യുന്നു. അതല്ലാതെ ഉണർന്നയുടനെ ഫോൺ എടുത്തു നോക്കുകയോ വാർത്തകൾ വായിക്കുകയോ ചെയ്യുന്ന ശീലം അവർക്കില്ല. രാവിലെയുള്ള ആദ്യത്തെ 1 മണിക്കൂർ അവർ പൂർണ്ണമായും തങ്ങൾക്കുവേണ്ടി മാത്രമാണ് ചിലവഴിക്കുന്നത്. ലോകത്തിന്റെ ബഹളങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപ് സ്വന്തം മനസ്സിനെയും ശരീരത്തെയും ഒരുമിപ്പിക്കുന്ന ഈ പ്രക്രിയയാണ് അവർക്ക് ദിവസം മുഴുവൻ ആക്റ്റീവായിരിക്കാനുള്ള ഊർജ്ജം നൽകുന്നത്. നമ്മുടെ ഇന്നത്തെ തിരക്കുപിടിച്ച ജീവിതത്തിൽ ഈ കാര്യങ്ങളെല്ലാം 100% പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതിൽ പലതും നമുക്ക് എളുപ്പത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്നവയാണ്. രാത്രി ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപ് മൊബൈൽ ഫോണിന്റെയും ടെലിവിഷന്റെയും ഉപയോഗം നിർത്തുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ആ സമയം കുടുംബാംഗങ്ങളോട് സംസാരിക്കാനോ നല്ല പുസ്തകങ്ങൾ വായിക്കാനോ ഉപയോഗിക്കുക. അത്താഴം വളരെ ലളിതമാക്കുക. ഉറങ്ങുന്നതിന് ചുരുങ്ങിയത് 2 മണിക്കൂർ മുൻപെങ്കിലും ആഹാരം കഴിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇന്നത്തെ ദിവസം നടന്ന എല്ലാ നല്ല കാര്യങ്ങളെയും ഓർത്ത് മനസ്സിൽ നന്ദി പറയുക. മോശമായ കാര്യങ്ങളെ അവിടെ വെച്ചുതന്നെ ഉപേക്ഷിക്കുക. എല്ലാ ചിന്തകളെയും മാറ്റിവെച്ച് സ്വന്തം ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഉറങ്ങാൻ ശ്രമിക്കുക. തുടക്കത്തിൽ ഇതൊരൽപ്പം ബുദ്ധിമുട്ടായി തോന്നാമെങ്കിലും പതിവായി പരിശീലിക്കുമ്പോൾ ഉറക്കം എന്നത് നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഒരു കാര്യമായി മാറും. രാവിലെ എഴുന്നേൽക്കുമ്പോഴും അലാറം വീണ്ടും വീണ്ടും ഓഫ് ചെയ്തു കിടക്കുന്ന ശീലം ഒഴിവാക്കുക. ഉണർന്നയുടനെ കിടക്കയിൽ നിന്നെഴുന്നേറ്റ് മുഖം കഴുകി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ശരീരത്തെ ഉണർത്തുക. കുറച്ചുനേരം ശാന്തമായി ഇരുന്ന് ശ്വാസോച്ഛ്വാസം ശ്രദ്ധിക്കുക. ഈ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരും. വെറും 8 മണിക്കൂർ കിടന്നു ഉറങ്ങുന്നതിനേക്കാൾ ഗുണം ശാന്തമായ മനസ്സോടെ 4-5 മണിക്കൂർ ലഭിക്കുന്ന ഗാഢനിദ്രയ്ക്ക് നൽകാൻ കഴിയും. നിങ്ങളുടെ ഉറക്കത്തിന്റെ ഗുണനിലവാരം വർദ്ധിക്കുകയും പകൽ സമയങ്ങളിൽ നിങ്ങളുടെ പ്രവർത്തനക്ഷമത ഇരട്ടിയാകുകയും ചെയ്യും. ഓർക്കുക, നല്ല ഉറക്കം എന്നത് വലിയൊരു വില കൊടുത്ത് കടകളിൽ നിന്നും വാങ്ങേണ്ട ഒന്നല്ല, മറിച്ച് നമ്മുടെ സ്വന്തം ശീലങ്ങളിലൂടെ നാം തന്നെ നേടിയെടുക്കേണ്ട ഒന്നാണ്.
ബുദ്ധസന്യാസിമാർ നമ്മെ പഠിപ്പിക്കുന്നത് ലളിതമായ ജീവിതത്തിന്റെ പ്രാധാന്യമാണ്. അനാവശ്യമായ ചിന്തകളും ആഗ്രഹങ്ങളുമാണ് പലപ്പോഴും നമ്മുടെ ഉറക്കം കെടുത്തുന്നത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനും അവർക്കറിയാം. അവരുടെ ആ ശാന്തതയാണ് അവരുടെ മുഖത്തും പ്രവൃത്തിയിലും പ്രതിഫലിക്കുന്നത്. ഈയൊരു ജീവിതശൈലിയിലേക്ക് പൂർണ്ണമായും മാറാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും അതിൽ നിന്നും ഉൾക്കൊള്ളാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ സ്വീകരിക്കുക. ഇന്നുമുതൽ തന്നെ നിങ്ങളുടെ ഉറക്കശീലങ്ങളിൽ ഈ ചെറിയ മാറ്റങ്ങൾ വരുത്തിത്തുടങ്ങുക. ഉറപ്പായിട്ടും വളരെ വേഗത്തിൽ നല്ല ഉറക്കം ലഭിക്കുന്നതും രാവിലെ പൂർണ്ണ ഉന്മേഷത്തോടെ എഴുന്നേൽക്കുന്നതും നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയാൻ സാധിക്കും. നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ബഹുമാനിക്കുക. സ്വാഭാവികമായും നല്ല ഉറക്കം നിങ്ങളെ തേടിയെത്തും. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്.